ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ചാപ്റ്റർ ആണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഓക്കെ, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടണം. രജിസ്ട്രാറുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടണം. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നതിന് മുൻപായിട്ട് ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം, പുതിയതായിട്ട് തുടങ്ങുന്ന ആ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺ ഗോയിങ് ബിസിനസിനെ പർച്ചേസ് ചെയ്യാം. അതായത് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ ആ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് വരെ ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഓക്കെ, പ്രോഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ടു ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് നോൺ ആസ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഓക്കെ, on the other hand, if the company incurs loss at the time of from the date of purchase to the date of incorporation, the loss is known as loss prior to incorporation. അതായത് ആ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇൻകോർപ്പറേഷൻ നടക്കുന്ന ഡേറ്റ് വരെ കമ്പനിക്ക് ലോസ് ആണ് വരുന്നത് എങ്കിൽ അതിന് പറയുന്നത് ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്നാണ്. അപ്പോ ഒരു ഓൺഗോയിങ് ബിസിനസിന് ഒരു കമ്പനിക്ക് പർച്ചേസ് ചെയ്യാം എപ്പോൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നതിന് മുൻപായിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് വരെ ആ കമ്പനിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന പ്രോഫിറ്റിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് 1 ജൂലൈ 2017 ആണ്. ദെൻ ആ കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്തിരിക്കുന്നു 1 ഏപ്രിൽ 2017. ഓക്കെ, ദെൻ കമ്പനിയുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് 31 മാർച്ച് 2018. ഓക്കെ, അപ്പൊ ഇവിടെ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇൻകോർപ്പറേഷൻ നടത്തിയിരിക്കുന്ന ഡേറ്റ് എന്താണ്? പർച്ചേസ് ചെയ്ത ഡേറ്റ് 1 ഏപ്രിൽ 17, ഇൻകോർപ്പറേഷൻ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയിരിക്കുന്ന ഡേറ്റ് 1 ജൂലൈ 2017. അപ്പോ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമുണ്ട്. ഈ 3 മാസം ഈ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. പകരം ലോസ് ആണ് എങ്കിൽ അതിന് പറയുന്നത് ലോസ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഓക്കെ, ഇനി ഈ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ് മുതൽ ആ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് ഇപ്പൊ 1 ജൂലൈ 17 ആണല്ലോ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സോ അന്നു മുതൽ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പറയുന്ന പേര് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. ക്ലിയർ? ഇനി ഇതിനകത്ത് 2 പീരീഡുകൾ വരുന്നുണ്ട്. അതായത് പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ് വരെ ആ ഒരു പീരീഡിന് പറയുന്ന പേര് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. ഓക്കെ, ദെൻ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ് മുതൽ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് വരെ ഉള്ള പീരീഡിന് പറയുന്നത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. ഓക്കെ, ഇനി അപ്പോ ഈ ഒരു ഇതില് നമ്മള് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ആണ് എങ്കിൽ അതിന് നമുക്ക് ആ ഒരു പ്രോഫിറ്റിന് ഒരു കാരണവശാലും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഫിറ്റിന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ബുക്സിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവ് എന്ന പേരിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്.
ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവൈലബിൾ ആയിരിക്കില്ല. ക്ലിയർ? ദെൻ ലോസ് ആണ് നമുക്ക് വരുന്നത് എങ്കിൽ ആ ലോസിനെ നമ്മൾ ചെയ്യുന്നത് ഗുഡ് വിൽ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ ഇൻകോർപ്പറേഷന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്, വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ക്ലിയർ? ഇനി ഇതിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റെപ്സ് ആണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. അതില് 3 അക്കൗണ്ടിങ് സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഒന്ന്, പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി എൻറ്റയർ പീരീഡ്, അതായത് ആ ഒരു കംപ്ലീറ്റ് പീരീഡിൽ, അതായത് പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ക്ലിയർ? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 3 റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം റേഷ്യോ, സെയിൽസ് റേഷ്യോ, വെയ്റ്റഡ് ടൈം റേഷ്യോ. ഓക്കെ. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റില് എന്ത് പ്രോഫിറ്റ് നമുക്ക് അറിയണം? പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷനും അറിയണം, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻകോർപ്പറേഷനും അറിയണം. അതായത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ പ്രോഫിറ്റും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലെ പ്രോഫിറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന എക്സ്പെൻസുകളെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ? പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലെ എക്സ്പെൻസസും അതുപോലെ തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലേക്കുള്ളത്. ഓക്കെ. അപ്പൊ അത് അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ഒരു ഡേറ്റ് ഓഫ് പർച്ചേസ്, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത്, ഇത് ബേസ് ചെയ്തിട്ടാണ് ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്, ദെൻ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എത്ര മാസം അവിടെ വരുന്നുണ്ട്? ആ ഒരു പീരീഡ് എത്ര മാസം ഉണ്ട്? ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ. അപ്പോ അവിടെ എത്ര മാസം വന്നു? 3 months വന്നു. ഓക്കെ. ഇനി ഇൻകോർപ്പറേഷൻ കിട്ടിയ ഡേറ്റ് മുതലോ എന്താണ്? ജൂലൈയിലാണ്. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര വന്നു? 9 months വന്നു. ഓക്കെ. അപ്പോ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്ര മാസമാണ്? 3 months. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? റേഷ്യോ ആയിട്ട് എടുക്കുക. അതായത് 3:9 എന്ന് വെച്ചാൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ഈസ് ടു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അങ്ങനെയാണ് നമ്മൾ ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ 3:9 എന്ന് വന്നു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ടൈം റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള ഫിക്സഡ് എക്സ്പെൻസുകൾ, നമ്മുടെ റെന്റ്, സാലറി, അതുപോലെയുള്ള ഫിക്സഡ് എക്സ്പെൻസുകൾ ഒന്ന് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലേക്കും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലേക്കും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് സെയിൽസ് റേഷ്യോയാണ്. സെയിൽസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകള് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ്. സെയിൽസിന്റെ എമൗണ്ട് ബേസ് ചെയ്തിട്ടാണ് സെയിൽസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ റേഷ്യോ പറയുന്നത് വെയ്റ്റഡ് ടൈം റേഷ്യോ. വെയ്റ്റഡ് ടൈം റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസുകൾ വേരി ചെയ്യുന്ന എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ വർക്കേഴ്സിന്റെ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാലറിയിൽ ഓരോ മാസം വരുന്ന സാലറിയിൽ ചേഞ്ചസ് വരും. അപ്പൊ അങ്ങനെയുള്ള വേരിയബിൾ എക്സ്പെൻസുകൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റഡ് ടൈം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ അക്കൗണ്ടിങ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്.
ഇനി ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ പ്രോഫിറ്റ് പ്രയോറിറ്റി ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന പ്രോഫിറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒന്ന്, ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്. മറ്റൊന്ന്, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്. മറ്റൊന്ന്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ. മറ്റൊന്ന്, ഓവർ വാല്യൂ ഓഫ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ. ഇങ്ങനെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് പ്രയോറിറ്റി ഇൻകോർപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? താങ്ക് യു.